ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. എന്തായാലും ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ പ്ലാൻ ചെയ്തിട്ടുള്ള കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾക്ക് മുമ്പായിട്ട് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് വീട്ടിൽ നമ്മൾ ലോക്ക്ഡൌണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഗാർഡനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഗാർഡൻ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച്, അതായത് ഒരു 3-4 മാസം മുമ്പായിട്ടാണ് ഇപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് മെയിനായിട്ട് ചെയ്യുന്നത് അച്ഛനും അമ്മയും കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അത്യാവശ്യം കുറേ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് വെച്ചിട്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഗാർഡനിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതായിരിക്കും നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്യുന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ മുൻവശത്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വാണ്ടറിംഗ് ജൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ടർട്ടിൽ വൈനാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ടർട്ടിൽ വൈൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ടർട്ടിൽ വൈൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് വീണ്ടും വാണ്ടറിംഗ് ജൂ ആണ് കേട്ടോ ഉള്ളത്. പിന്നെ നമ്മൾ ഈ വശത്തായിട്ട് ഒരു മണി പ്ലാന്റ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മളൊരു ചട്ടി എടുത്തിട്ട് അതിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് ചുറ്റി കൊടുത്തു, അങ്ങനെ വെച്ച് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിൽ നമ്മൾ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിൽ മണി പ്ലാന്റ് ഇതുപോലെ പ്ലാന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിൽ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കൊതുകൊക്കെ മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കലീസിയ അല്ലെങ്കിൽ പർപ്പിൾ ടർട്ടിൽ വൈൻ എന്നൊക്കെ പറയുന്ന ഒരു ടർട്ടിൽ വൈനാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നുള്ളിലായിട്ടൊരു പക്ഷി കൂട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ കൂട് വെച്ച് മുട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞു. എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഡോഗ് വുഡ്, ബോക്സ് വുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെടികൾ വിഭാഗത്തിൻ്റെ ഏകദേശം അതുപോലെ കണ്ടാൽ തോന്നുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഇതൊക്കെ നമ്മൾ കുറച്ച് മിക്സായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വാണ്ടറിംഗ് ജൂവും പിന്നെ അതുപോലെ ടർട്ടിൽ വൈനൊക്കെ വെച്ചിട്ട് നമ്മൾ ചേർത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ചട്ടികളിൽ നിറയെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം വേറെ വേറെ ചട്ടികളിലേക്ക് മാറ്റിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ മൊത്തമായിട്ട് ഇതുപോലെ നമ്മൾ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്. നമുക്ക് എവിടെ വേണമെങ്കിൽ ഇതുപോലെ ഹാങ് ചെയ്തിടാം. അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് വളരും തോറും നല്ല ഭംഗിയുണ്ടാവും കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് 10 മണിപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ 10 മണിപ്പൂവിനെയും പിന്നെ അതുപോലെ നമ്മുടെ ടർട്ടിൽ വൈനെയും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ പ്ലാന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഈ പ്ലാന്റിന് ടൊറാനിയ എന്ന് പറയാറുണ്ട്. അതുപോലെ കാക്കാപ്പൂവാണെന്നൊക്കെ ചിലവർ പറയുന്നുണ്ട്. പക്ഷെ അത് എക്സാക്റ്റ് നമ്മുടെ നാട്ടിൽ കാണുന്ന കാക്കാപ്പൂ അല്ല അത്. പിന്നെ ഇത് നമ്മൾ ഒരു PVC പൈപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കാണുന്ന പ്ലാന്റ് നമുക്ക് ഡ്രാഗൺ ട്രീ അല്ലെങ്കിൽ ഡ്രാഗൺ പ്ലാന്റ് എന്നൊക്കെ വിളിക്കാറുള്ള ഒരു തരം ചെടിയാണ് കേട്ടോ. ഇതുകൂടെ നമ്മൾ 2-3 ചട്ടിയിൽ കൂടെ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ PVC പൈപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ നമുക്ക് 2-3 പ്ലാന്റ് വരെ അതിൽ ഈസി ആയിട്ട് ഹാങ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ കാണുന്നത് നമ്മുടെ വൈറ്റ് ടെർമറിക് എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് ഭയങ്കര മെഡിസിനൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ള ഒരു ചെടിയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഹാങ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന ടൈപ്പുള്ള ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇതൊക്കെ ഹാങ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ പഴയൊരു ടേബിൾ ഫാൻ്റെ ഗ്രില്ലാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എത്ര പ്ലാന്റ്സ് വേണമെങ്കിൽ ഇതുപോലെ തൂക്കിയിടാം, നല്ല ബലത്തിലാണ് നിന്നോളും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ ഒരു ടേബിൾ ഫാൻ്റെ ഗ്രില്ലിൽ കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയൻഡസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അതുപോലെ ചൈന ഡോൾ എന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പേരുണ്ട്. നല്ല ഭംഗിയായിരിക്കും ഇത് കുറേ ആയിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന കാണാൻ.
ഇനി നമുക്ക് നമ്മുടെ തോട്ടത്തിലെ ഹാങ്ങിങ് പ്ലാന്റ്സ് പരിചയപ്പെടാം. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പഴയ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിത് ചെയ്തിരിക്കുന്നത് പഴയൊരു ഇരുമ്പിൻ്റെ കമ്പി ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ കുറേ ഇതുപോലെ ഹാങ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടർട്ടിൽ വൈൻസ് തന്നെയാണ്. അതുപോലെ 10 മണിപ്പൂ കൂടെ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പഴയ കട്ടിലിൻ്റെ ആ ഒരു അയയുണ്ടല്ലോ, അതിലാണ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ട് വെച്ചിരിക്കുന്നത് 10 മണിപ്പൂ വെച്ചിട്ടുണ്ട്, അതുപോലെ പർപ്പിൾ ടർട്ടിൽ വൈൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡയൻഡസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ് കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്നത് വരയ്ക്കും ബൈ ബൈ.